എടാ, നിന്നെ ഞാനൊരു കള്ളത്തരം പഠിപ്പിക്കാൻ പോവുക. നീ എന്റെ ശിഷ്യനാണ്, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. ഇവിടെ വന്ന് നമ്മൾ എങ്ങനെ കള്ളത്തരം ചെയ്യുന്നു എന്നുള്ളത് നിന്നെ ഞാൻ പഠിപ്പിക്കുക. അപ്പോൾ നീ അതേപോലെ ചെയ്യണം. ചെയ്താൽ മാത്രമേ നിനക്ക് കള്ളത്തരം. ശിഷ്യനായിട്ട് വന്നതിന്റെ പേർക്ക് മാത്രമാണ് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ഞാൻ ശ്രമിക്കാം. അപ്പോൾ ശരി, എന്നാ നമ്മൾക്ക് അവിടെ പോയിട്ട് കള്ളത്തരം എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യം നിന്നെ പഠിപ്പിക്കാം. മനസ്സിലായോ? നീ എന്റെ ശിഷ്യനായത് കൊണ്ട് മാത്രം അത് പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നമുക്ക് കള്ളത്തരം മുന്നിൽ കൂടിയുള്ള നമുക്ക് ഇനി അങ്ങോട്ടുള്ള കള്ളത്തരം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ശരി ശരി, മനസ്സിലായി. ആശാൻ പറയുന്ന എന്തും നീ ചെയ്യണം. ശരി ആശാനെ. കൊച്ചു കള്ളൻ. ചേച്ചി, സാറ് ഇവിടുത്തെ പുറംപടിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞായിരുന്നു. അതിന് ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ആളാണ് ഇദ്ദേഹം. അത് പിന്നെ നീ ഈ പറമ്പൊക്കെയാണ് വൃത്തിയാക്കേണ്ടത്. ഇവിടെ കിടക്കുന്ന പുല്ല് ചെത്തണം, പിന്നെ റബ്ബറിന്റെ അകത്തുള്ള കാടുകളൊക്കെ ചെത്തി വൃത്തിയാക്കണം. കേട്ടോ? ഓ ഓ ശരി, കേട്ടോ? മനസ്സിലായല്ലോ? ഓ, എന്തൊരു ക്ഷീണമായത്. എനിക്ക് ഇച്ചിരി ചൂടുവെള്ളം കിട്ടിയ കൊള്ളായിരുന്നു. ഇച്ചിരി എടുത്തു തരുമോ? ഉരുളിയെടു. നിന്റെ മുണ്ടിന്റെ അടി വെച്ചോ. ഓടിക്കോടാ, ആരും വരുന്നത് പോലെ. ഓടിക്കോ. എടാ, ചാടാ, മതില് ചാട്. ഞാൻ ചാടും. എടാ, വാടാ, പെട്ടെന്ന് വാടാ. പെട്ടെന്ന് വാ. എടാ, ഓടാ. പോയി സാറേ, എന്തായാലും അവർ ഉരുളി വിട്ടിട്ടാ പോയത്. എടാ വാസു, ഇൻസ്പെക്ടർ ശശിയും ബാബുവും കാരണം നമ്മൾക്കിപ്പോൾ മോഷണമൊന്നും വലിയ ലെവലിൽ നടക്കുന്നില്ല. എന്തായാലും നിന്നെ ഞാനൊരു വലിയ കള്ളനാക്കാം. നമുക്ക് മീൻ പിടിച്ചെങ്കിലും നമുക്ക് ജീവിക്കണം. നിന്നെ ഞാൻ എന്റെ കൂടെ നിർത്തി ശിഷ്യനായി അംഗീകരിച്ച് നിന്നെ ഒരു വലിയ കള്ളനാക്കും. ആസ്ഥാന കള്ളനാക്കി മാറ്റും. മനസ്സിലായോ? എടാ, മനസ്സിലായോ? ആശാനെ, ആശാൻ പറയുന്നതാണ് ശരി. ആശാൻ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. ശരി ആശാനെ. ഇതൊരു വലിയ മീനായിരിക്കും നമ്മുടെ കെണിയിൽ പെടുന്നത്. ഓ, എനിക്കൊരു 1500 രൂപയുടെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ഞാനൊരു 100 രൂപ തരുത്തോളൂ. ആശാനെ, എന്റെ ആശാനല്ലേ, എല്ലാം ആശാൻ പറയുന്ന പോലെ തന്നെ. ആശാനാണ് എന്റെ ദൈവം. എന്തോ കൊരുത്ത് വലിക്കാം, എന്തോ തടഞ്ഞിട്ടുണ്ട്. വലി ആശാനെ, വലി. എന്താ ഇത്? അയ്യോ, ഇത് മീനല്ലടാ, ജട്ടിയാ, ജട്ടി. ചേടാ, ഇത് വലിയ ശല്യമായല്ലോ. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ. ഈ ഒരു ജട്ടിയാണെന്നല്ലോ നമുക്ക് കിട്ടിയത്. എടാ വാസു, നീ ഒരു കാര്യം ചെയ്യ്. ഇതൊരു കോടീശ്വരന്റെ ജട്ടിയാണെന്ന് തോന്നുന്നു. നീട്ടോടാ. ഇത് ഏതോ ഒരു നല്ലൊരു കോടീശ്വരന്റെ ചട്ടിയാണ്. ഇതിട്ട് ഞാനൊരു വിലസ്. നീ വിലസടാ, നീ വിലസ്. സാറേ, ഇവനാണ് നമ്മളെ വട്ടം കറക്കുന്ന കുട്ടൻ. നിന്നെ ഞാൻ നോക്കിയിരിക്കുവാന്നടാ. അയ്യോ, അടിക്കേ സാറേ, അടിക്കേ. നിന്നെ ഇപ്പൊ ശരിയാക്കി തരും കേട്ടോടാ. അയ്യോ, നിന്നെ ഉണ്ടല്ലോ. അയ്യോ, അടിക്കല്ലേ സാറേ, അടിക്കല്ലേ. അയ്യോ. എന്താണോ കാര്യം? ഞാൻ കള്ളം കുട്ടനെ ഇറക്കാൻ വന്നതാ. അവിടെ നിൽക്ക സാറേ. ഏതോ ഒരു നേതാവ് വന്നിട്ടുണ്ട്. വിളിക്കേ. ഇങ്ങോട്ട്. സാറേ, ഞാൻ കുട്ടനെ ഇറക്കാൻ വന്നതാ. ഇത് നടക്കില്ല. ഇവൻ പൊതുശല്യക്കാരനാ. എന്റെ സ്വാധീനം സാറിന് അറിയാമല്ലോ. അതെനിക്കറിയാം. കണ്ണൂരോ കാസർഗോഡോ വല്ലതും സ്ഥലമാറ്റം വേണോ? എന്നാ പിന്നെ വിട്ടേര്. ശരി, വിട്ടേക്കാം. പോട്ടെ.
എടോ കോൺസ്റ്റബിളെ, PC എന്താന്ന് വെച്ച് ചെയ്യേ. ശരി സാർ. ആ ശരി, ഒപ്പിട്. എടാ പോടാ പോടാ. അയ്യോ ചവിട്ടല്ലേ സാറേ, അയ്യോ ചവിട്ടല്ലേ, അയ്യോ ചവിട്ടല്ലേ. പനിമതി പോലെ രാവിലൂറും സ്നേഹമായി പ്രിയ സഖി മിഴിയണ ചേരും നിതാലോലമായി മൊഴികൾ മൂളി വീഴുമാർദ്ര സാന്ദ്രമായി ചിരിമഴ ചിതറുന്നതേതു വർണ്ണമായി ഇവളിണയായതിന്നുമെന്റെ പുണ്യമാ അരികിലെന്നും ദീപമായിരുന്നു തീർന്നിടാം അറിയും തോറും നിന്നിഴലായി എന്നും ചേർത്തിടാം അരികിലെന്നും ദീപമായിരുന്നു തീർന്നിടാം അറിയും തോറും നിന്നിഴലായി എന്നും ചേർത്തിടാം അളതു തേടിയിണ ചിറകിൽ മൂടിക്കുറുകിടാം മിഴിയിൽ മിഴികൾ കണ്ടു കഥകളൊന്നു തീർത്തിടാം പ്രണയിനിയായി എന്നും എന്റെ സ്വന്തമായി പ്രിയ സഖി മിഴിയിണ ചേരും നിതാലോലമായി മൊഴികൾ മൂടി വീഴുമാർദ്ര സാന്ദ്രമായി ചിരിമഴ ചിതറുന്നതേതു വർണ്ണമായി ഇവളിണയായതിന്നുമെന്റെ പുണ്യമാ
താഴെയും പ്രശ്നം മേളിലും പ്രശ്നം. ഈ രണ്ടെണ്ണം കൂടുതൽ അടിച്ചിട്ട് കിടന്ന് ഉറങ്ങാം. സ്റ്റേഷനിൽ നിന്ന് തലയ്ക്ക് വെളിവില്ല. മേളിൽ നിന്നും വിളിയും താഴെ നിന്നും വിളി. സ്വൈര്യം കെടുത്തി കളയും. അയ്യോ ഇത് എസ് ഐ ശശിയുടെ വീടാണല്ലോ. ശശിയുടെ വീട് തന്നെ. ഇവിടെ എന്തെങ്കിലും കാണും അടിച്ചു മാറ്റാം. എന്തെങ്കിലും അടിച്ചു മാറ്റാം, നോക്കാം. എസ് ഐ ശശി അടിച്ച് ബോധമില്ലാതെ കിടക്കുവാന്ന് തോന്നുന്നു. ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ കാണും. ബോധമില്ല. താണ്ടിരിക്കുന്നു സാധനം. നല്ല സാധനം. രണ്ടെണ്ണം എടുത്ത് അടിക്കാം. അടിച്ച് ബോധമില്ലാതെ കിടക്കുക കള്ള ശശി. എന്നെ എത്രമാത്രം ജയിലിൽ കയറ്റി അടിച്ചിട്ടുണ്ടെന്നറിയോ കള്ള ശശി. ബോധമില്ല കിടക്കുന്നു. വെള്ളം കൂടെ എടുത്ത് അടിക്കാം, രണ്ട് പേർക്കും കൂടെ. നീ എവിടാടേ? വാടേ ഇങ്ങോട്ട് വാടേ. രക്തമ്മോ കരളെ, നീ ഇങ്ങോട്ട് വാടി. രക്തമ്മോ എടേ വാടി, നീ ഇങ്ങോട്ട് വാടി. രത്നമ്മേ, വാടി കള്ള ശശി രത്നമ്മയായിട്ടാണ് ബന്ധം. പുരുഷോത്തമനായിട്ട് ഞാൻ പറയുന്നുണ്ട്. അടിച്ച് പിച്ചായി കിടന്ന് പിച്ചയും പേയും പറയാണ്. എനിക്കൊരു ലെവലായി. എന്തായാലും എന്നെ ഒരുപാട് തല്ലിയ മനുഷ്യനല്ലേ. ശശിയുടെ യൂണിഫോം അല്ലേ കിടക്കുന്നത്, എടുത്തിട്ടേക്കാം. ഇതാണ് ശശിയുടെ യൂണിഫോം. ഇതങ്ങ് എടുത്തിട്ടേക്കാം. ഞാനൊന്നിട്ട് നോക്കട്ടെ. കള്ള ശശി രത്നമ്മയായിട്ടുള്ള ബന്ധമല്ലേ, കാണിച്ചു തരാം. കൊള്ളാം. കള്ള ശശി രത്നമ്മയായിട്ടുള്ള ബന്ധം. കുട്ടനെ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യും. ഓക്കെ സർ. കള്ളനെ സല്യൂട്ട് ചെയ്യാൻ അറിയാം. രത്നമ്മയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. എല്ലാം പറഞ്ഞു കൊടുക്കും. കംപ്ലീറ്റ് പുരുഷോത്തമനോട് പറഞ്ഞു കൊടുക്കും. വേണ്ട 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 വേണ്ട. ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും. വേണ്ട 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 വേണ്ട. പുരുഷോത്തമനോട് പറഞ്ഞു കൊടുക്കും ആ അവിഹിതം. വേണ്ട വേണ്ട വേണ്ട. എടാ, നീ ഉഷയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. മോഷണമൊക്കെ നിർത്തണം. ശരി സാറേ, ഞാൻ ഇനി മോഷ്ടിക്കാതെ ജീവിക്കാം. മനസ്സിലായോ? ഇതാലോചിച്ച് നല്ലപടി ജീവിക്കാൻ നോക്കും. നിന്നെ പിടികൂടാൻ നോക്കുന്നതിനിടയിൽ ഒരു MDMA സംഘത്തെ എനിക്ക് കിട്ടി.